ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പിണറായി വേണ്ട എന്ന് CPI പറഞ്ഞു എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വേണ്ട എന്നുള്ളതാണ് CPIയുടെ ഒരു നേതൃയോഗത്തിൽ ഒരു അഭിപ്രായം വരുന്നതായി. എന്നാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്, ഇതിന് കരയാൻ എന്തിരിക്കുന്നു? മറ്റൊരു കാര്യമുള്ളത്, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇനി പിണറായി വിജയൻ വേണ്ട എന്നൊരു നിലപാടില് നിനക്കിന്തു മുതൽ പുറംപള്ളി ഇറങ്ങി പോടാ. പിണറായില്ല, പരനാറി വിജയൻ, പരനാറി വിജയൻ എന്ന് പറയുന്നത്. ചിന്നോണ്ട് വേണം. വീട്ടിലിരിക്കാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പിടിച്ച് വീട്ടിലിരുത്തിയിട്ടുണ്ട്. അയ്യോ അയ്യോ കാട്ടിപ്പോയി ഒളിക്കുന്ന അയ്യപ്പ മലമോനെ ഇരിക്കുന്ന അയ്യപ്പനെ കൂടെ തോണ്ടി തോണ്ടി ചമ്പാക്കിയത്. ഇതുപോലൊരു നാറിയവരണം ഇനി കണ്ടിട്ടില്ല. എന്താ ഒരു എല്ലുടിയാണ് ഒച്ച കേട്ടത്? മറ്റൊരു കാര്യമുള്ളത്, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇനി പിണറായി വിജയൻ വേണ്ട എന്നൊരു നിലപാടില് CPI നേതൃയോഗത്തിൽ ഉയർന്നു എന്നാണ്. കള്ളത്തരൊന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്ന നിനക്കുള്ളത് എന്താന്ന് വെച്ചാ ഇത്തരമൊരു അഭിപ്രായം അതിൽ ഉന്നയിച്ചു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പുതിയ ഒരാൾ വരണം. അത് ശരി, എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ? ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. പിണറായി വിജയന്റെ ശൈലി തോൽവിക്ക് അക്കം കൂട്ടിയിട്ടുണ്ട്. ഇത്ര വലിയ തിരിച്ചടി ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ പിണറായി വിജയൻ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രി എന്ന ബയോ തിരുത്തി. CPM പോളിറ്റ് ബ്യൂറോ അംഗം എന്ന മാത്രമാണ് പുതിയ ബയോ. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.